പത്തനാപുരം താലൂക്ക് സമാജം സ്കൂളുകളുടെ ലൈബ്രറി മന്ദിരത്തിന്റെയും സമാജം ഓഫീസിന്റെയും ഉദ്ഘാടനം പുനലൂരിൽ സംഘടിപ്പിച്ചു. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലൈബ്രറി മന്ദിരം പണികഴിപ്പിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് താലൂക്ക് സമാജം പ്രസിഡന്റ് പ്രൊഫസർ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. MLA അഡ്വക്കേറ്റ് കെ രാജു ലൈബ്രറി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ ഈ വിദ്യാർത്ഥികൾ അധ്യാപകരുമെല്ലാം താലൂക്ക് സമാജത്തിന്റെ പൊതുപ്രവർത്തനം മെച്ചപ്പെടുകയും താലൂക്ക് സമാജം ഒട്ടാകെ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എങ്കിൽ അങ്ങേയറ്റം സന്തോഷമുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പത്തനാപുരം താലൂക്കിൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചാൽ, വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചാൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനം നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പത്തനാപുരം താലൂക്ക് സമാജം. അവയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും ഈ പുനലൂരിലെ ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും അതുപോലെ തന്നെ ചെമ്പന്തൂർ സ്കൂളുമെല്ലാം ഈ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും അധികം ഈ മേഖലയ്ക്ക് സംഭാവന ചെയ്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്നുള്ളത് വളരെ അധികം താല്പര്യത്തോടുകൂടി ഇപ്പോ ഈ നാട്ടിൽ ജനങ്ങൾ ഓർക്കുന്ന വസ്തുതയാണ്. സമാജം ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ എബ്രഹാം ജോർജ് നിർവഹിച്ചു. കലാകായിക അവാർഡുകൾ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ വിതരണം ചെയ്തു. താലൂക്ക് സമാജം സെക്രട്ടറി സി ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ PA അനസ്, നഗരസഭാ മുൻ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, K ഗോപാലകൃഷ്ണൻ, VN സരളാഭായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.